Good morning to all. Okay, unmuted. Morning. Good morning, Miss. Good morning, Miss. Good morning, ma'am. Okay, how are you all? സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? Fine. As usual question ആണ്. Okay. എനിക്കത് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. പിന്നെന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ടെൻസ് സ്റ്റാർട്ട് ചെയ്തു അല്ലെ? ടെൻസ് സ്റ്റാർട്ട് ചെയ്തു. സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ പഠിച്ചു. ഓക്കെ. പിന്നെന്താണ്? ക്ലിയർ ആയോ? ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, ഇനി ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അറിയോ? വേണോ? സിംഗിൾ പ്രസന്റ് ടെൻസ് ഇനി പറയണോ? അറിയാനുള്ള ടെൻസിലേക്ക് പോണോ? മിസ് പിന്നെ ക്വസ്റ്റ്യൻ ബേസിൽ അങ്ങനത്തെ സെന്റൻസ് പറഞ്ഞുതരാന്ന് പറഞ്ഞില്ലേ? ക്വസ്റ്റ്യൻ അല്ലേ പറയാം. ഓക്കെ, അപ്പോ കണ്ടുകെട്ടോളൂ കേട്ടോ. She liked ice cream. Okay, she liked ice cream. ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സോറി, she likes ആണ് കേട്ടോ. മിസ്റ്റേക്ക് ആണ്. അത് എഴുതണ്ട. അതിന് പകരം I like എഴുതും. I like അല്ലെങ്കിൽ you like. You like you. I like ice cream. അത് എഴുതൂട്ടോ. I like ice cream. സിംഗിൾ പ്രസന്റ് ടെൻസ് ആണ്. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബ് യൂസ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? I like ice cream എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഇത് നമുക്ക് നെഗറ്റീവ് ആക്കാം. എങ്ങനെ നെഗറ്റീവ് ആക്കാം? മലയാളം എന്താണ്? എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. നെഗറ്റീവ് എന്താ? നെഗറ്റീവ് എന്താ പറയുക? എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല. നെഗറ്റീവ് എന്താ? എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല അല്ലെ? എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല എന്നെങ്ങനെയാ പറയാ? അപ്പോ I don't like ice cream. I don't like ice cream. അപ്പൊ I like ice cream എന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. I don't like ice cream. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല. I don't like ice cream. അപ്പൊ ഈ don't do എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാൻ കാരണം? പ്ലൂരൽ, നമ്മുടെ പ്ലൂരൽ സബ്ജക്റ്റ് ആണ് വന്നത്. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്ത് ഡു ആണ്. അപ്പൊ പ്ലൂരൽ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യേണ്ടത് ഡു ആണ്. ഓക്കെ, ഡു. അതുകൊണ്ട് I don't like ice cream. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കണ്ടേ? എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക? നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? Do you like ice cream? Yeah, do you like ice cream? Do you like ice cream? Okay, അപ്പോ positive statements, I like ice cream. Negative statements, I don't like ice cream. And question, it's a positive question. അല്ലെ? Positive question ഏതാ? Do you like ice cream? And the last one is a negative question. Negative question ഏതാ? നിനക്ക് ഐസ്ക്രീം ഇഷ്ടമല്ലേ? എന്നൊരു ചോദ്യം ചോദിക്കും അല്ലെ? നിനക്ക് ഐസ്ക്രീം ഇഷ്ടമല്ലേ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ. എങ്ങനെയാ പറയാ? Do you like ആണ് ചോദിച്ചത്. അത് നെഗറ്റീവിലേക്ക് വരുമ്പോ ഡുവിന്റെ കൂടെ നോട്ട് ആഡ് ചെയ്യാം. Don't you like ice cream എന്ന് ചോദിക്കാം. ഇതാണ് 4 പോർഷൻ. ഓക്കെ, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. I like ice cream. I don't like ice cream. Do you like ice cream? Don't you like ice cream? Clear? Yeah. മനസ്സിലായോ? ഇനി നമുക്കിത്
she likes ice cream ആണെങ്കിലോ she likes ice cream ആണെങ്കിൽ എന്താണ് മോശം എന്ന് എനിക്ക് നെക്സ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പറയൂ. എന്താണ് she likes ice cream. എങ്ങനെ വരാം? നെഗറ്റീവ് പറയൂ. നെഗറ്റീവ് എന്താ? She doesn't like ice cream. Okay, she doesn't like ice cream. Correct. And next എന്താണ്? Question ചോദിക്കണം. Question ചോദിക്കൂ. Does she like ice cream? അതായത് ഓക്സിലറി അല്ലെ? ഓക്സിലറി അല്ലെങ്കിൽ മോഡൽ എന്ന് പറയാം. മോഡൽ ഇപ്പൊ ആദ്യം ആദ്യം വരച്ചു. Does she like ice cream? And negative question. And the negative question is doesn't she like ice cream എന്ന് വരും കേട്ടോ. Doesn't she like ice cream? I like ice cream. Oh, sorry. She likes ice cream. She doesn't like ice cream. Does she like ice cream? Doesn't she like ice cream? Okay. നമുക്ക് ഇവിടെ she likes ice cream. ഇവിടെ മാത്രമാണ് likes വരാം. അതിനുശേഷം does എവിടേക്ക് ഉണ്ടോ അവിടെ എല്ലാം സബ്ജക്ട് എന്താണ്? സോറി വെർബ് ഉണ്ടായിരിക്കണം. പ്ലൂറൽ ആയതുകൊണ്ട് വരാം. ലൈക്ക് മാത്രമാണ്. അതിന്റെ കൂടെ അറിയാൻ പാടില്ല. She doesn't like ആണ് വരാം. Not likes. Okay. അതായത് does plus like ആണ് എന്ത് likes എന്ന് പറയുന്നത്. Okay. Does plus like ആണ് likes. അതുകൊണ്ട് does അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ വെർബിന്റെ കൂടെ s ആഡ് ചെയ്യാൻ ആവശ്യം വരുന്നു. She likes ice cream. She doesn't like ice cream. Does she like ice cream? Doesn't she like ice cream? Clear ആയോ? മനസ്സിലായോ? ഇതാണ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. പറഞ്ഞു പഠിക്കണം. ടെക്സ്റ്റ് ഇത് കാര്യമില്ല കേട്ടോ. പറഞ്ഞു പഠിക്കണം. പറഞ്ഞു പഠിച്ചാൽ മാത്രമേ നമുക്ക് അത് ക്ലിയർ ആവാൻ മനസ്സിലാക്കാൻ പറ്റൂ. ഫ്ലെക്സിബിൾ നമുക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മുടെ മാർക്കിൽ വരണമെങ്കിലൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റും. റെഡിയാണോ? റെഡി? ഓക്കെ. ഫസ്റ്റ് ആരാം? ഷംസീന. എന്താ മിസ്സ പറയണ്ടേ? കേട്ടില്ല. കേട്ടില്ല. ഈ പ്ലേ ക്രിക്കറ്റ് അതിന്റെ നാല് ഒന്നും പറയും. 4 സ്റ്റേറ്റ്മെന്റ് പറയും. ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. അതായത് വി പ്ലേ ക്രിക്കറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. നെഗറ്റീവ്സ് പറയാം, നെഗറ്റീവ് ക്വസ്റ്റ്യൻ പറയാം, പോസിറ്റീവ് ക്വസ്റ്റ്യൻ പറയാം. ഓക്കെ. Okay. We play cricket. We don't play cricket. Do we play cricket? Don't we play? ഇത്രയേ ഉള്ളൂ. കുറച്ച് കോൺഫിഡന്റ് ആയിട്ട് പറയൂ കേട്ടോ. കൺഫ്യൂഷൻ ആണ്. ചോദിക്കാൻ പേടിച്ചാ പറയാം. കുറച്ച് കോൺഫിഡന്റ് ആയിട്ട് പറയാം. And next Renu. Renu boyo. Renu, are you there? The response. So
Then animal. Animal. Class it up. Okay, animal. Statement. He writes a letter. ഞാൻ ചെയ്യണ്ടേ? He writes a letter. അതിന്റെ positives and negatives ഒക്കെ പറയൂ. Do you write letter? Does he write letter? Does He he writes a write? letter. It's a positive statement. Okay, and then negative. Negative പറയൂ. Negative statement എങ്ങനെയാ? He doesn't. അങ്ങനെ തോന്നുന്നു. അതെ. He don't write. Correct ആയിരുന്നു പറഞ്ഞത്. He doesn't write letter. Yeah, correct. Question. Does he write letter? Write letter. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ. നിങ്ങൾ ഞാൻ ടെക്സ്റ്റ് ചെയ്തോ. അത് കുറച്ച് ഞാൻ കുറച്ച് ഫ്ലോയിൽ വന്നതിന് ശേഷം ഞാൻ പറയിപ്പിക്കാം. ഫസ്റ്റ് എഴുതിയിടും കേട്ടോ. ഞാൻ ടെക്സ്റ്റ് ചെയ്യാവേ. അത് ഞാൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് നെഗറ്റീവ്സ് ഒക്കെ പറയാം. ഓക്കെ, all right. Letter. She sings a song. He writes a letter. They read a book. They go to school.
ഇത്രയും ഒരു 5 സെന്റൻസ് ആണ്. ഞാൻ ഇതിനകത്തേക്കാണ് നെഗറ്റീവ്സ് പോസിറ്റീവ്സ് ഒക്കെ ആയിട്ടൊന്ന് ടെക്സ്റ്റ് ചെയ്യുക. അതായത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ചെയ്തേ, അതിനുശേഷം നമുക്ക് പറയാം. ഓക്കെ, ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ.
ബാക്കി എല്ലാവരും അയക്കുന്നുണ്ടോ? ടൈപ്പ് ചെയ്തോണ്ടിരിക്കുകയാണോ? ക്ലാസ് ഉണ്ടോ എല്ലാവരും? ടൈപ്പിംഗ് ആണോ? പെട്ടെന്ന് ചെയ്യൂട്ടോ. Okay, she don't know. She don't. I don't write letter. Do I write a letter? Don't I write a letter? Okay, she does it. So she is on. Okay, question in marker text ചെയ്ത് കൊടുക്കുക. Okay. Hurry up. Answer it. First, I write a letter. I write a letter. ഞാൻ letter എഴുതാണ് അല്ലെ? I write a letter. Letter എഴുതുന്നു എഴുതാണെന്നൊക്കെ പറയണം. Then letter എഴുതിയല്ല അല്ലെ? അല്ല. So I don't write a letter. ഞാൻ എഴുതല്ല. I don't write a letter. Then എഴുതാണോ? ഈ letter എഴുതാണോ? നീയാണ്. I നീ ആയിട്ട് കാണും. Question ചോദിക്കുമ്പോഴേക്കും I ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടല്ലോ അല്ലെ? അപ്പൊ I എന്താണ്? You ആയിട്ട് മാറുണ്ടോ? അപ്പൊ don't you write a letter? ഈ letter എഴുതാണോ? Don't you write a letter? Then letter എഴുതിയില്ലേ? Don't ആണ്. Do you write a letter? Don't you write a letter? Okay. So I write a letter. I don't write a letter. Do you write a letter? Don't you write a letter? Then she sings a song. She doesn't sing a song. Does she sing a song? Doesn't she sing a song? He writes a letter. He doesn't write a letter. ഷീഡ ഒന്നും കൂടി പറയോ? ഷീഡ she likes She sings a song. She sings a song. She doesn't sing a song.
Does she sing a song? Doesn't she sing a song? Okay. Then he writes a letter. He doesn't write a letter. Does he write a letter? Doesn't he write a letter? Okay. They read a book. They don't read a book. Do they read a book? Don't they read a book? We go to school. We don't go to school. We go to school. Don't we go to school? Clear? Clear are you? I write. I don't write. മനസ്സിലായില്ല? അല്ല മൂന്നാമത്തെ ഡു വി ഗോ ടു സ്കൂൾ അല്ലേ? Yeah, do we ആണ്. Do the subject ആയതുകൊണ്ട് നമ്മൾ do ആണ് യൂസ് ചെയ്യാം. അപ്പോൾ do we go to school. Then don't we. ഇവിടെ ശ്രദ്ധിച്ചു നോക്കി. നമ്മുടെ മൊഡൽ വെർബ് അല്ലെങ്കിൽ ഡസിന്റെ കൂടെയാണ് ഈ നെഗറ്റീവ്സ് വരുന്നത് അല്ലെ? അത് ആ ഒരു ഫ്ലോയിൽ നോക്കി കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ I write ആണെങ്കിൽ I don't. മാം they read a book എന്നുള്ളത് They read a book. They don't read a book. Don't they read a book? Do they read a book? Don't they read a book? ടെക്സ്റ്റ് ചെയ്യാവേ. മിസ് ഐ മാത്രം യു ആവുകയാണ് ചെയ്യാ, വേറൊന്നും മാറില്ലല്ലോ. ഒരിക്കലും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കില്ല അല്ലെ? ഞാൻ ലെറ്റർ എഴുതാം. ആ ലെറ്റർ എഴുതിയല്ല എന്ത് ചോദിക്കുക? ഈ ലെറ്റർ എഴുതാണോ? ഈ ലെറ്റർ എഴുതിയില്ലേ ചോദിക്കാം. അതുകൊണ്ടാണ് അവിടെ യു വരുന്നത് കേട്ടോ. നെക്സ്റ്റ് she sings ആണ്. Sings ആണ് ഡസ്റ്റ് ആണ് വരാം. സിംഗുലർ ആയതുകൊണ്ടാണ് ഇവിടെ ഡസ്റ്റ് വരുന്നത്. She sings. She does it. He does it. Then he writes. He does it. Okay, does it. Does it he? Never. He writes. He does it. Does he? Doesn't he? Did they read it? They read, they don't, do they, don't they? Here I am. We go to, we don't go, do we, don't we. Okay, നിങ്ങൾ ആ ഫോർമാറ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും അല്ലെ? നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ മൊഡൽ വെർബാണ് അല്ലെ? ഏത് സബ്ജക്റ്റിന്റെ കൂടെ ഏത് മൊഡൽ വെർബാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ നെഗറ്റീവ്സും പോസിറ്റീവ്സ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ ആവുന്നുണ്ട്? അത് ശരിക്കും പറഞ്ഞ് പഠിക്കണം കേട്ടോ. വെള്ളി വീഴുന്നില്ലേ? ദർശിയെന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ട് തോന്നും. സോ മാക്സിമം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നമ്മള് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നെഗറ്റീവ്സ് ആണെങ്കിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനിയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ മാത്രമാണ് ഡൂം ബസ്സും വരാം കേട്ടോ. ഓക്കെ, വേറെ ഏത് ടെൻസിലും അങ്ങനെ വരുന്നില്ല.
സിംഗിൾ പേഴ്സൺ ടെൻസിൽ മാത്രമാണ് ഡു ഡസും വരാം. ക്ലിയർ ആയോ? അപ്പൊ ഓരോ ടെൻസിനും ഓരോ രീതിയാണ് നെഗറ്റീവ്സും പോസിറ്റീവ്സും. ക്ലിയർ ആയോ? ഡൗട്ട്സ് ഉണ്ടോ? ഇനി ക്വസ്റ്റ്യൻസ് വേണോ? എന്താ റെസ്പോണ്ട് ചെയ്യാതെ? എഴുതിക്കൊണ്ടിരിക്കുകയാണോ? അതുകൊണ്ടാണോ റെസ്പോണ്ട് ചെയ്യാതെ? ഇതാണോ? ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? അടുത്ത ടെൻസിലേക്ക് പോവാം. Yes. So the next tense is the present continuous tense. Justin don't know. Tina, എന്താണ് ഡൗട്ട്? എന്താണ് ചോദിക്കൂ? Justin, okay. അതായത് ടീന നമ്മുടെ സിംഗുലർ സബ്ജക്ട് ഉണ്ട് കേട്ടോ അല്ലെ? ഹി ഷീ ഇറ്റ് എവരിബഡി ആണ് സിംഗുലർ സബ്ജക്ട്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഡസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്ലൂറൽ സബ്ജക്റ്റ് ആയ ഐയുവിയുടെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഡു ആണ്. ഓക്കെ, അപ്പോ ഹി റൈറ്റ്സ് എ ലെറ്റർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് സിംഗുലർ ആണ്. ഹി എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ റൈറ്റ്സ് യൂസ് ചെയ്യുന്നത്. നമുക്ക് he writes a letter. He writes a letter എന്നും he does writes a letter എന്നും കേട്ടോ. നമ്മൾ എന്ത് ചെയ്യും? ഷോർട്ട് ആക്കിയാണ് എഴുതുന്നത് അല്ലെ? ഹി റൈറ്റ്സ് എ ലെറ്റർ, അത് ഷോർട്ട് ഫോം ആണ്. കാരണം ഡസ് നമ്മൾ എഴുതുന്നില്ല. പക്ഷെ ഡസ് ഉണ്ട്. ഡസ് പ്ലസ് റൈറ്റ്സ് ആണ് എന്ത്? റൈറ്റ്സ്. മനസ്സിലായോ? ഡസ് പ്ലസ് റൈറ്റ്സ് ആണ് റൈറ്റ്സ്. അപ്പൊ നമ്മളിത് ഷോർട്ട് ആക്കി ഹി റൈറ്റ്സ് എ ലെറ്റർ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റില് ഡസ് ഉണ്ട്. മനസ്സിലായോ? ഡസ് ഉള്ളത് കൊണ്ടാണ് ഡസ്റ്റിന് നമ്മൾ പുറത്തെടുക്കുന്നത് അല്ലെ? നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിലും നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിനാണ് നോട്ട് ചേർത്തി പറ്റും. സോ അവിടെയുള്ള ഓക്സിലറി അല്ലെങ്കിൽ ഡസ് ആയതുകൊണ്ട് നെഗറ്റീവ് ചേർക്കുന്നത് ഡസ്റ്റിനാണ്. അപ്പൊ ലെറ്റർ എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ്, ആ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആക്കുന്നത് എങ്ങനെയാണ്? ഈ ഡസന്റ് റൈറ്റ് എ ലെറ്റർ. Does not അല്ലെ? Does not in ഷോർട്ട് ഫോം ആണ് doesn't. അങ്ങനെയാണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെയാണ് പ്ലൂറൽ സബ്ജക്റ്റ് ആയ ഐയുഡിയുടെ കൂടെ നമ്മൾ ഡു ആണ് യൂസ് ചെയ്യുക. അപ്പൊ സബ്ജക്ട് ഐയുഡിയിലേക്കാണ് വരുന്നതെങ്കിൽ അവിടെ ഡു ആണ്, ഡസ് അല്ല. ഓക്കെ, അപ്പൊ വി ഗോ ടു സ്കൂൾ എന്ന് പറയുമ്പോൾ ബി ആയതുകൊണ്ട് ഡു ആണ്. അപ്പൊ നെഗറ്റീവ് എങ്ങനെ പറയുന്നത്? വി ഡോണ്ട് ഗോ ടു സ്കൂൾ. അതാണ് ഡോണ്ട് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് പഠിക്കും. ഇപ്പൊ രണ്ടും കൂടെ കണക്ട് ചെയ്ത് കാണിക്കണം കേട്ടോ. അത് കുറച്ചുകൂടെ എളുപ്പം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടെൻസ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. നമുക്ക് ഹെഡിങ് കൊടുക്കാം, പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസ് ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം സ്ട്രക്ചർ എഴുതാം കേട്ടോ. സബ്ജക്ട് പ്ലസ് ടെക്സ്റ്റ് ചെയ്യാവുന്നേ, അത് മാത്രം എഴുതി. സബ്ജക്ട് പ്ലസ് subject plus am is are plus verb plus ing. Am is are and is am are. Subject plus is am are plus verb plus ing. The present auxiliaries ആണ്. അപ്പൊ ഈ പറയുന്ന am is are എന്ന് പറയുന്ന auxiliaries present auxiliaries ആണ്.
subject plus present auxiliaries plus verb plus ing. ing form ആണ്. Continuous എന്ന് പറയുന്നത് ing form ആണ്. So present continuous എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റ് ചെയ്താൽ ചെയ്യുകയാണ് എന്ന് എഴുതാം. ചെയ്യുകയാണ്. ചെയ്യുകയാണ് എന്ന് എഴുതും. ചെയ്യുകയാണ്. Subject plus is a had plus verb plus ing. Structure ആണ്. ബ്രാക്കറ്റില് present continuous ബ്രാക്കറ്റില് ചെയ്യുകയാണ് എന്ന് എഴുതുക. അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. മീൻസ് നമ്മൾ എടുക്കുന്നത് ഇപ്പൊ നമ്മൾ കറന്റ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ല ഞാനിപ്പോ പഠിക്കുകയാണ്, സോറി ഞാൻ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പഠിക്കുകയാണ്. ഇതെല്ലാം കണ്ടിന്യൂസ് പ്രോസസ് ആണല്ലോ. കറന്റ് നടക്കുന്ന ഒരു സിറ്റുവേഷൻ പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെൻസ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. മോസ്റ്റ്ലി നമ്മുടെ ലൈഫിലാണെങ്കിലും കുറച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് മോസ്റ്റ്ലി നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസിലാണ് പറയുന്നത്. സംസാരിക്കുന്നതാണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസിലാണ് പറയുന്നത് കേട്ടോ. സോ ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ടെൻസ്. സോ ലിസൺ കെയർഫുള്ളി ആൻഡ് സ്റ്റഡി കെയർഫുള്ളി. ഓക്കെ, അപ്പൊ സ്ട്രക്ചർ എഴുതി കഴിഞ്ഞു. ക്ലിയർ ആണോ? സ്ട്രക്ചർ എഴുതിയോ? അപ്പൊ സബ്ജക്ട് ഏതൊക്കെയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി ഈ പറയുന്ന ഓബ്സർവേസ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്? ഐയുടെ കൂടെയാണ് ആൻഡ് യൂസ് ചെയ്യുക. he, she, it. ഇതിന്റെ കൂടെ everybody. everybody കൂടെയാണ് is നമ്മൾ യൂസ് ചെയ്യുക. and you, he, they കൂടെയാണ് are യൂസ് ചെയ്യുക. Okay. And the auxiliary am is used with I, and the present auxiliary is used with he, she, is, everybody, and the are used with you, we, they. Okay. മനസ്സിലായല്ലോ? കണ്ടിന്യൂസ് ഒരു സിറ്റുവേഷൻ ഒരു സെന്റൻസ് പറയണമെങ്കിൽ നമ്മുടെ സെക്ഷനിൽ യൂസ് ചെയ്യുന്ന ഓക്സിലറീസ് ആണ് he is, she is, it is, everybody is, you are, we are, they are. Okay, ഇനി അതിന്റെ കൂടെ യൂസ് ചെയ്യുന്ന verb ഏതാണ്? present participle ആണ്. ing form. Okay, you are learning English and I'm teaching English. Okay, and she is learning English. Okay, clear? മനസ്സിലായോ? ഇതാണ് present continuous ആണ്. എക്സാമ്പിൾ എഴുതിക്കോളൂ. I'm teaching English. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണ്? You are learning English. I'm teaching English and you are learning English. And he is playing cricket. He is playing cricket. He is playing cricket. Then they are watching a movie. They are watching a movie. They are watching a movie. Okay, clear?
അപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്ത് ക്ലിയർ ആയോ? ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ്. അതായത് ഞാൻ ടി വി കാണുകയാണ്, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പഠിക്കുകയാണ്, അവൻ ക്രിക്കറ്റ് കളിക്കുകയാണ് എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. ഓക്കെ, so let's make an example using the present continuous tense. Okay, so we 5 examples which relate ചെയ്യാം, then text ചെയ്യാം ട്ടോ. എല്ലാ സബ്ജക്റ്റ് ഉണ്ടെങ്കിലും എന്ത് ഒരു 5 എക്സാമ്പിൾ മാക്സിമം റിലേറ്റ് ചെയ്യാം, then text ചെയ്യാം. ഓക്കെ, ഓക്കെ, എല്ലാവരും നെക്സ്റ്റ് ചെയ്യൂട്ടോ. ഷംസിയ മാത്രമേ അയച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം നെക്സ്റ്റ് ചെയ്യൂ. Drinking water, we are singing a song, she is swimming in the pool, we are eating biryani together. Correct, Shamsiya. And next one, better the next thing.
Okay, then Srishma, I'm reading a book. They are playing football. I'm eating lunch. They are the children are enjoying the church. I'm cleaning my room. You are correct. Is Rashi is watching movie. I'm preparing dish for dinner. We are writing lessons. I'm studying for the public exam. They are going to be charged. They are paying letters. Okay, I'm writing a letter. He's cooking dinner. They are free. You are. Yeah, they are free. She's dancing. I'm going to shopping. We are waiting. Right here, say children's salato. Children കൂടെ ഒരു yes add ചെയ്യേണ്ട ആവശ്യമില്ല കാരണം children already plural ആണ് പിന്നെ yes add ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. So the children are playing in the grass. My sister is working as a professor in university. I'm going to the exhibition. We are studying for the exam. I'm very glad she's reading a book. We are dancing in the party. It's free. They are playing. We are reading. She's listening. They are okay. Correct. Okay. അപ്പോൾ ഇത് കുറച്ചൊരു സിമ്പിൾ ടെൻസ് അല്ലേ? I'm writing a book. You are playing tennis. She's dancing. They are dancing. കുറച്ചൊരു സിമ്പിൾ ടെൻസ് ആണ് കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് ടെൻസ് കൂടിയാണ്. മോസ്റ്റ്ലി ഇങ്ങനെ തന്നെയാണ് പറയുന്നത് അല്ലെ? പ്രസന്റ് ടെൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു കണ്ടിന്യൂസിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ? എനിക്ക് കുറച്ച് മലയാളം ചോദിച്ചോ. ഞാൻ എന്റെ കസിന്റെ വീട്ടിലേക്ക് പോകുകയാണ്. ഞാൻ എന്റെ കസിന്റെ വീട്ടിലേക്ക് പോകുകയാണ്. ഞാൻ എന്റെ കസിന്റെ വീട്ടിലേക്ക് പോകുകയാണ്. I'm going to my cousin's house. Cousins എന്ന് പറയുമ്പോൾ apostrophe yes. Okay. I'm going to destination വേണം. Destination അപ്പുറം destination ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന preposition to ആണ്. So I'm going to my cousin's house. Okay. Then ഞാൻ ഇപ്പോ ഡിന്നർ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ അത്താഴം പാചകം ചെയ്യുകയാണ്. ഞാനിപ്പോൾ അത്താഴം പാചകം ചെയ്യുകയാണ്. ഞാനിപ്പോൾ അത്താഴം പാചകം ചെയ്യുകയാണ്. പറയൂ. I'm cooking dinner right now. Yes, I'm cooking dinner right now. Here and പൂച്ച ബെഡിൽ കിടന്നുറങ്ങുകയാണ്. പൂച്ച ബെഡിൽ കിടന്നുറങ്ങുകയാണ്. പൂച്ച ബെഡിൽ കിടന്നുറങ്ങുകയാണ്. Yes, correct. The cat is sleeping on the bed. Yes, correct. Preposition പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് കണ്ടിന്യൂ ചെയ്യാം. കുറച്ചുകൂടി മലയാളം സെന്റൻസ് ഞാൻ തരാം നെക്സ്റ്റ് ക്ലാസ്സിൽ കേട്ടോ. നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സ് ഒക്കെ കാണാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഓർമ്മിപ്പിക്കാം കേട്ടോ. ഏത് പോർഷൻ ആണെന്ന് ഓർമ്മിപ്പിക്കുക. ഓക്കെ, അപ്പൊ ഇതുവരെ പഠിച്ച പോർഷൻസ് എല്ലാം ക്ലിയർ ആണല്ലോ? കുറച്ച് സിമ്പിൾ അല്ലേ? സെൻസ് കുറച്ച് ഈസി ആണ് അല്ലെ? സോ ദാറ്റ്സ് ഓൾ. ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മലയാളം ഞാൻ നോക്കിയിട്ട് വരാം. നമുക്കത് ഡിസ്കസ് ചെയ്യാം കേട്ടോ, ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. നാളെ ക്ലാസ് ഉണ്ട്.
എന്തോ നാളെ ക്ലാസ് ഉണ്ടോ? നാളെ ക്ലാസ് ഉണ്ട്. എന്തേ ഇങ്ങനെ ചോദിക്കേ? എന്റെ ക്ലാസ് അല്ല കേട്ടോ, മിസ്സിന്റെ ക്ലാസ് ആണ്, മിസ്സിന്റെ ക്ലാസ് ആണ്. മിസ് ഹെൽപ്പായത് കൊണ്ടാണ് ഞാൻ ക്ലാസ്സിൽ വന്നേ. സോ അല്ലാതെ ക്ലാസ് ഉണ്ടാവും കേട്ടോ. ഓക്കെ. ക്ലാസ്സിൽ കയറാൻ മടിയാണോ? അല്ല. മിസ്സേ, ഓക്കെ. ഈ ചെയ്യുന്നു ചെയ്യുകയാണ് പറയുന്നത് സെയിം അല്ലേ? അല്ല, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞുതരാവേ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുപോലെ ചോദിക്കണോട്ടോ, അല്ലെങ്കിൽ മറന്നു പോകും. ചോദിക്കാം. ഓക്കെ. സോ it's time to wind up this class. Okay, thank you. I'll see you in the next class. Okay, bye. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. Thank you, Miss. മിസ്.